ആലപ്പുഴയിലാണ് ഒരു തീപാറുന്ന പോരാട്ടം നടക്കുന്നത്. രാമങ്കരിയിൽ CPI ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. 5 സ്ഥാനാർത്ഥികൾ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കും. പത്രിക പിൻവലിപ്പിക്കാനുള്ള CPM ശ്രമം ഫലം കണ്ടില്ല. മാരാരിക്കുളത്ത് CPIM മുൻ ലോക്കൽ സെക്രട്ടറി M വിജയൻ വിമതനായി മത്സരിക്കും. വെള്ളാപ്പള്ളി നടേശനും CPM ജില്ലാ നേതൃത്വവും ഇടപെട്ടിട്ടും പത്രിക പിൻവലിച്ചിട്ടില്ല. ആലപ്പുഴ നഗരസഭ വലിയമരം വാർഡിൽ DYFI നേതാവ് ഷാഹിദ് ഉനൈസ് വിമതനായി മത്സരിക്കും. അശ്വിൻ പാലാഴി വിവരങ്ങൾ നൽകും. ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ, രാമങ്കരി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് കേരളത്തിൽ ശ്രദ്ധേയമായ ഒരു പഞ്ചായത്താണ്. ഇടതുമുന്നണിക്കകത്ത് CPM-നകത്തെ പോരായിരുന്നു അത് വാർത്തകളിൽ നിറച്ചത്. ആ പോരടിച്ചു നിന്നാൽ പലരും ഇപ്പോൾ CPI-യിൽ ചേർന്നു. അവർ CPM-നെതിരെ അവിടെ മത്സരിക്കുന്നു. പിന്മാറില്ല എന്ന് തന്നെയല്ല, കുറെ കൂടി കടുപ്പിക്കുകയാണ്. അതുകൊണ്ട് രാമങ്കരി വീണ്ടും സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയാണല്ലേ? വിജയകുമാർ, തീർച്ചയായും രാമങ്കരി എങ്ങനെ CPIM-ന് തലവേദനയാകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. അതായത് 5 സീറ്റുകളിൽ CPI ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ്. അത് CPIM-ഉമായുള്ള തർക്കത്തിന്റെ പേരിലാണ്. ഈ മത്സരിക്കുന്ന 5 സീറ്റുകളിലും CPI സ്വന്തം ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് രാമങ്കരി പഞ്ചായത്തിലേക്ക് വരുമ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രവും അരിവാൾ നെൽക്കതിരും തമ്മിലുള്ളൊരു മത്സരമായി CPI-CPM നേർക്കുനേർ മത്സരമായി അത് മാറുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ കൗതുകം. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ CPI-യുടെ കുട്ടനാട് നോർത്ത് ലോക്കൽ സെക്രട്ടറി ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് രാജേന്ദ്രകുമാർ എന്നാണ്. അദ്ദേഹം CPM-ന്റെ ലോക്കൽ സെക്രട്ടറി ആയിരുന്നു. ഒപ്പം കഴിഞ്ഞ ഭരണസമിതിയുടെ രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു. അദ്ദേഹത്തെ അവിശ്വാസത്തിലൂടെ പുറത്താക്കാൻ കോൺഗ്രസ് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ ആ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചത് CPIM-ആണ്. അങ്ങനെയാണ് രാജേന്ദ്രകുമാർ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്തു പോകുന്നതും പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി CPI ചേരുന്നതും CPI-യുടെ സമുന്നതനായ ഒരു നേതാവായി ഇന്ന് മാറുന്നതും. ആ രാജേന്ദ്രകുമാറാണ് ഇന്ന് CPI-യുടെ മത്സരങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്നതും 6 സീറ്റുകളിലേക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്നതും CPM-ന്റെ ഈ തീരുമാനങ്ങൾക്കൊക്കെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് മത്സര രംഗത്തേക്ക് ഇറക്കിയതുമെല്ലാം ഈ രാജേന്ദ്രകുമാറിന്റെ തന്നെ ഉന്നയിച്ചുള്ള പോരാട്ടമാണ്. എന്തായാലും രാമങ്കരിയിൽ അത് നേർക്കുനേർ പോരാട്ടത്തിലേക്ക് വരുന്നു. പത്രിക പിൻവലിപ്പിക്കാനുള്ള CPIM ജില്ലാ നേതൃത്വത്തിന്റെയും ശ്രമം പൂർണ്ണമായും ഫലം കണ്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിന്ന് അപ്പുറത്തേക്ക് ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ വലിയമരം വാർഡിലാണ് CPIM-ന് മറ്റൊരു വിമത സ്ഥാനാർത്ഥിയുള്ളത്. ഷാഹിദ ഉനൈസ് എന്ന വനിതാ സ്ഥാനാർത്ഥിയാണ്. അവിടെ CPIM-ന്റെ സീറ്റ് LJDക്ക് മറിച്ചു കൊടുത്തു എന്നുള്ളതാണ് അവിടുത്തെ ആരോപണം. അവിടെ CPM സ്ഥാനാർത്ഥിയായിരുന്നു വരേണ്ടത്, അതിന് പകരം മറ്റൊരാൾക്ക് നൽകി. അത് ആ വാർഡിലുള്ള ആൾ പോലുമല്ല എന്നുള്ളതാണ് ആരോപണം. അവിടെയും DYFI-യുടെ നേതാവായ ഷാഹിദ് ഉനൈസ് മത്സരിക്കുന്നു. അതിനപ്പുറത്തേക്ക് മറ്റ് വാർഡുകളിൽ, അത് വെള്ളാപ്പള്ളി നടേശന്റെ സ്വന്തം പഞ്ചായത്തായ മാരാരികുളം വടക്ക് പഞ്ചായത്തിലാണ്. അവിടെയും ഒരു വിമത സ്ഥാനാർത്ഥിയുണ്ട്. M വിജയൻ എന്നാണ് പേര്. അദ്ദേഹം CPIM-ന്റെ ചെത്തി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അതിനപ്പുറം മാരാരികുളം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. 2 ലോക്കൽ കമ്മിറ്റികളിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. അദ്ദേഹമാണ് പാർട്ടിക്ക് എതിരെ അവിടെ വിമത സ്ഥാനാർത്ഥിയെ നിൽക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, പാർട്ടിക്ക് നൽകേണ്ട സീറ്റ് വെള്ളാപ്പള്ളിയുടെ നിർദ്ദേശം പരിഗണിച്ച് SNDPക്ക് നൽകി എന്നുള്ളതാണ് അവിടുത്തെ ആരോപണം. ഈ വിമത സ്ഥാനാർത്ഥിയിൽ മാറാനായി വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് ഈ M വിജയനെ കാണുകയും കുടുംബത്തെ ഫോണിലടക്കം വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. അതിൽ അനുനയം കണ്ടില്ല. പിന്നീട് CPM ജില്ലാ സെക്രട്ടറി അടക്കം വിളിച്ച് സംസാരിച്ചെങ്കിലും അതുകൊണ്ടും ഫലമുണ്ടായില്ല. എന്തായാലും CPM-നെ സംബന്ധിച്ച് വിമത ശല്യം വലിയ തോതിൽ ആലപ്പുഴ ജില്ലയിൽ പലയിടത്തും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം കോൺഗ്രസിൽ ലീഗ് വിമതരുണ്ടായിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് അമ്പലപ്പുഴയിലാണ്. അത് ചർച്ചയിലൂടെ പരിഹരിച്ച് ആ പത്രിക പിൻവലിച്ചിട്ടുമുണ്ട്. എന്തായാലും CPM-നെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വിമത ശല്യം. അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.